ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. അറ്റൻഡൻസ്. റോൾ നമ്പർ 1 ആദിൽ, 2 ഐശ്വര്യ, 3 ഡാനി, 4 ദീപക്, 5 ഗൗരി. റോൾ നമ്പർ 5 ഗൗരി, വാട്ട് ആർ യു ഡൂയിങ് ദെയർ? ഇത് അറ്റൻഡൻസ് എടുക്കുന്ന സമയമാണ്. തനിക്ക് സംസാരിക്കാനുള്ള ഫ്രീ ടൈം അല്ല. ഈ സംസാരിക്കാൻ കാണിക്കുന്ന താല്പര്യം പഠിത്തത്തിൽ കാണിക്കുന്നില്ലല്ലോടോ. അതെന്താ? സംസാരിക്കാൻ മാത്രമേ കഴിവുള്ളൂ, പഠിക്കാൻ കഴിവില്ലേ? ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ്. ഗെറ്റ് ഔട്ട്. ഐ സേ ഗെറ്റ് ഔട്ട്. സിക്സ് ഗായത്രി, 7 ഹരിത, 8 ഹരിപ്രിയ. മേ കമിൻ മാം. സമയം എത്രയായിടോ? എൻ്റെ ക്ലാസ്സിൽ പങ്ക്ച്വാലിറ്റി വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഈ സ്കൂളിൻ്റെ അപ്പുറത്തല്ലേ തൻ്റെ വീട്, എന്നിട്ടാണ് ഇത്ര ലേറ്റ് ആയിട്ട് വരുന്നത്? എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട. സി, ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഇനി എൻ്റെ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വന്നാൽ ഞാൻ ക്ലാസ്സിൽ കയറ്റത്തില്ല. എൻ്റെ പീരീഡ് തീരുന്നതിൻ്റെ വെളിയിൽ നിൽക്കേണ്ടി വരും. ഗെറ്റ് ഇൻ. പിന്നെ തനിക്ക് ഞാൻ അറ്റൻഡൻസ് തരത്തില്ല. അതിൽ തനിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. പിന്നെ എല്ലാവരും കേൾക്കാനാണ് പറയുന്നത്. എൻ്റെ ക്ലാസ്സിൽ പങ്ക്ച്വാലിറ്റി നിർബന്ധമാണ്. 1 മിനിറ്റ് ആയാലും 5 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും ലേറ്റ് ആയിട്ട് വരുന്നവർക്ക് ഞാൻ അറ്റൻഡൻസ് തരത്തില്ല. ഞാൻ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ക്ലാസ്സിൽ കയറുന്നവർക്ക് മാത്രമേ അറ്റൻഡൻസ് ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി പറയാം. 9 ജയലക്ഷ്മി, 10 കവിത, 11 കാർത്തിക. ഡോ, ആരോട് ചോദിച്ചിട്ടുണ്ടോ താൻ വെള്ളം കുടിക്കുന്നത്? ഒരു ടീച്ചർ ഇവിടെ നിന്ന് അറ്റൻഡൻസ് എടുക്കുമ്പം കീപ്പ് ചെയ്യേണ്ട കുറച്ച് ബേസിക് മാനേഴ്സ് ഉണ്ട്. താൻ വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കണ്ടേ? താൻ പെർമിഷൻ ചോദിച്ചാൽ ഞാൻ പെർമിഷൻ തരത്തില്ലേ? ആദ്യം മാനേഴ്സ് പഠിക്കേ. എൻ്റെ ക്ലാസ്സിൽ നാട്ടുകാര്യവും വീട്ടുകാര്യവും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ വെളിയിൽ പോയി ഇറങ്ങി നിന്ന് പറഞ്ഞിട്ട് വരാം, ആർക്കായാലും. എനിക്ക് നിങ്ങളെല്ലാവരും ക്ലാസ്സിലിരിക്കുന്ന ഒരു നിർബന്ധവും ഇല്ല. ഒരാൾ കുറഞ്ഞാൽ എനിക്ക് അത്രയും ഉപകാരം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാൾസ് ലോ അല്ലേ പറഞ്ഞത്? ഓക്കെ, ചാൾസ് ലോ. രേഷ്മ, വാട്ട് ഈസ് ചാൾസ് ലോ? എക്സ്പ്ലെയിൻ. ചാൾസ് ലോ ഈസ് ബാക്കി അറിയില്ലല്ലേ? ആദിൽ, വാട്ട് ഈസ് ചാൾസ് ലോ? മുഖഭാവങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയാണല്ലോ. ഇന്നലെ പഠിപ്പിച്ചതാ, ഇത്ര പെട്ടെന്ന് പറഞ്ഞോയോ? അറിയില്ല. ആർക്ക് പറയാം ചാൾസ് ലോ എന്താണെന്ന്? എനിക്കിനി ഓരോരുത്തരടുത്ത് ചോദിച്ച് അടി തരാനൊന്നും വയ്യ. ആർക്ക് പറയാം ചാൾസ് ലോ? അറിയാമെന്നുള്ളവർ എണീച്ച് പറ. ആർക്കും അറിയില്ലേ? ചാൾസ് ലോ എന്താണെന്ന് ആർക്കും അറിയില്ലേ? ഗായത്രി, ഈയൊക്കെ അറിയില്ലേടോ ചാൾസ് ലോ എന്താണെന്ന്? അറിയില്ല അല്ലേ? ക്ലാസ്സിലാകെ കൂടെ പഠിക്കുന്നൊരു കൊച്ചായിരുന്നു, അത് കുഴപ്പമില്ല. ഇയാളുടെ പാരൻസിനെ വിളിച്ച് ഞാൻ സംസാരിക്കാം. എന്താണ് കുഴപ്പമെന്ന് അറിയാലോ. ഇനി എൻ്റെ കുഴപ്പമാണെങ്കിലോ? കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു വേഴ്സ് ക്ലാസ്സിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നലെ പഠിപ്പിച്ചൊരു കാര്യം ഒരു കുട്ടിക്കും അറിയില്ലെന്ന് പറഞ്ഞാൽ 1-2 പേർക്കാണെങ്കിൽ പോട്ടി നോക്കിയായിരുന്നു. ഇതൊരാൾക്കും അറിയില്ല. അതെന്താ? എൻ്റെ കുഴപ്പം കൊണ്ടാണോ? അപ്പം അതെനിക്കറിയണമല്ലോ. എന്തായാലും എല്ലാവരും നാളെ വരുമ്പം 50 ടൈംസ് ഇമ്പോസിഷൻ എഴുതിയിട്ട് വരണം. ചാൾസ് ലോയുടെ ഡെഫിനിഷൻ. ഇമ്പോസിഷൻ എഴുതിയാൽ മാത്രം പോരാ. നാളെ ഫസ്റ്റ് പീരീഡ് തുടങ്ങുന്നതിന് മുമ്പ് അതെന്നെ കൊണ്ട് സ്റ്റാഫ് റൂമിൽ കാണിച്ച്
അത് പറഞ്ഞ് കേൾപ്പിക്കണം ഓരോരുത്തരും. ഇനി ഒന്നുകൂടെ എടുത്ത് പറയാണ്, 5050 ആണ്, 1515 അല്ല. 50 ടൈംസ് ആണ് ഇമ്പോസിഷൻ. ഇനി നാളെ വന്ന് മിസ്സേ ഞാൻ 1515 എന്നാണ് വിചാരിച്ചത്, അങ്ങനെ 15 പ്രാവശ്യമാണ് എഴുതിയെന്ന് പറഞ്ഞാൽ നടപ്പില്ല. 50 ടൈംസ് എന്ന് വെച്ചാൽ 50 ടൈംസ്, അതിലൊരു മാറ്റവും ഇല്ല. നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ ഞാൻ ഒന്ന് നോക്കട്ടെ. പിന്നെ ഇമ്പോസിഷൻ എഴുതാത്തവരുടെ പാരൻസിനെ പ്രത്യേകം ഞാൻ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണമല്ലോ നിങ്ങളെപ്പറ്റി. അവർക്ക് കാഷ്വലായിട്ട് നിങ്ങളെ വിടാനാണ് താല്പര്യമെങ്കിൽ ഓക്കെ, എനിക്ക് ഓക്കെയാണ്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണമല്ലോ. കേട്ടല്ലോ. ശരിക്കും ഞാൻ പിന്നെ നിങ്ങളെ എന്തിനാണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയണമല്ലോ. ഒരു ഉപയോഗവും ഇല്ലാതെ ഞാൻ ഇവിടെ വന്ന് വായിട്ടളച്ചിട്ട് നിങ്ങൾക്ക് ഒറ്റ ആൾക്ക് പോലും അത് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് വന്ന് പഠിപ്പിക്കുന്നത്? എനിക്കിവിടെ ചുമ്മാ ഇരുന്നാൽ പോരേ. അതുകൊണ്ട് നമുക്ക് നാളെ ഒരു തീരുമാനത്തിലെത്താം. ഓക്കെ, നിങ്ങൾക്കെല്ലാവർക്കും ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ എക്സാം പേപ്പർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ചൂടോടെ അങ്ങ് തന്നേക്കാം. ഓക്കെ, ഈ എക്സാം പേപ്പർ കറക്റ്റ് ചെയ്തപ്പോഴാണ് ശരിക്കും നിങ്ങളൊക്കെ എത്ര കഴിവുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇതുവരെ സയൻറ്റിസ്റ്റുമാർ പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത തിയറീസും ലോസും ഒക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് എഴുതണമെങ്കിൽ നിങ്ങൾ അത്രയും കഴിവുള്ളവരല്ലേ. ഓരോ പേപ്പറും നമുക്ക് ഓരോ ഗ്രന്ഥങ്ങളാക്കാം. ഐശ്വര്യ 37 ഔട്ട് ഓഫ് 50, ആദിൽ 35 ഔട്ട് ഓഫ് 50, ഗായത്രി 41 ഔട്ട് ഓഫ് 50, ദീപക് 8 ഔട്ട് ഓഫ് 50. കണ്ണ് തുറപ്പിച്ച് നോക്കണം. 8 മാർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നല്ല എന്താ വിട്ട് നോക്കുന്നത്. നീ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 8 ക്വസ്റ്റ്യൻ അതുപോലെ ആൻസർ ഷീറ്റിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നതാ. അത്രയും നേരം കഷ്ടപ്പെട്ട് എഴുതിയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ മോശമായി പോവില്ലേ. ഡാനി 4 ഔട്ട് ഓഫ് 50, രേവതി 42 ഔട്ട് ഓഫ് 50. 42? അപ്പം പഠിക്കാൻ കഴിവുണ്ട്, മനഃപൂർവ്വം പഠിക്കാത്തതാണല്ലേ. ഹരിപ്രിയ 47 ഔട്ട് ഓഫ് 50, രേഷ്മ 20 ഔട്ട് ഓഫ് 50. കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, പഠിക്കേണ്ട സമയത്ത് പഠിക്കണമായിരുന്നു. എന്തിനാണോ കരയുന്നത്? പഠിക്കേണ്ട സമയത്ത് പഠിക്കണമായിരുന്നു. ഒന്നുകിൽ ക്ലാസ് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ പോയി ബുക്ക് എടുത്ത് വെച്ച് പഠിക്കണം. ഇത് രണ്ടും ചെയ്താൽ മാർക്ക് ആരും കൊണ്ട് തരും? എല്ലാവർക്കും പേപ്പർ കിട്ടിയല്ലോ. ഇനി നാളെ വരുമ്പോൾ എല്ലാവരും ആൻസർ ഷീറ്റിൽ പാരൻസിൻ്റെ സൈൻ ചെയ്തിട്ട് വരണം. കള്ള ഒപ്പിട്ടുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. എനിക്ക് ഡൗട്ട് അടിച്ചാൽ ഞാൻ അപ്പം തന്നെ പാരൻസിനെ വിളിച്ച് ചോദിക്കും. പിന്നെ നിങ്ങളോട് ചോദിക്കുന്ന പ്രിൻസിപ്പളായിരിക്കും. കേട്ടല്ലോ. ഓ, ബെല്ലടിച്ചപ്പോൾ എന്താ സന്തോഷം എല്ലാവരുടെയും മുഖത്ത്. നാളെ വരുമ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം മറക്കാതെ ചെയ്തിട്ട് വരണം. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആയിരിക്കുമല്ലോ, ഞാനായിരിക്കുമല്ലോ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത്. പാരൻസും പ്രിൻസിപ്പളും ആയിരിക്കും. താങ്ക് യു.